അപ്പുള്ളിയെ അപ്പുള്ളിയെ മേന സംശയിക്കണ്ട, മേനോ തന്നെയാ. ഇവിടെ ഭ്രാന്താശുപത്രിയിൽ എന്തിനാ വരിക? ഞാൻ അറിഞ്ഞില്ല മേനെ. ആരും അറിയിക്കാതെ വീട്ടുകാർ സ്വകാര്യ വെച്ചിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? എപ്പോ വേണമെങ്കിലും പോകാന്ന് ഡോക്ടർ പറഞ്ഞു. പരിപൂർണ്ണ സുഖായിക്കോട്ടെ എന്ന് കരുതിയിരിക്കണത്. അച്ഛന് ഭ്രാന്താണെന്ന് പറഞ്ഞ എന്റെ മകൾ ആരെങ്കിലും കെട്ടാൻ പോയോ? ഞാൻ അമിതമായി പലിശ വാങ്ങിയതിന്റെ ശിക്ഷയാണ് എന്ന് ആശ്വസിക്കാം. ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങളെ, അല്ലാണ്ട് എന്താ പറയാ? എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ? അവന്റെ ഒരു ചുവപ്പ് മുണ്ടും ചുവപ്പ് ജുബയും ചുവപ്പ് തലയെക്കെട്ടും. ദൈവോ? അല്ല. അല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ? ചോദിച്ച സാധനം പറയണ. നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? എങ്കിൽ അതിൽ തന്നെ ആര്? ഏത്? എന്തിനാടാ പാപത്തിനെ പിടിച്ച് പുറത്താക്കിയത്? നിനക്ക് അറിയില്ല. ഭൂലം തേടി പോണേ, ചമ്മൽക്കാട്ടിലെ ഭൂലം തേടി. ഡോക്ടർ, നിങ്ങളുടെ ഭാര്യ മറ്റൊരാളെ കൂടെ ഒളിച്ചോടി പോയല്ലേ? നിങ്ങൾക്ക് വേറെ വിവാഹം കഴിച്ചൂടെ? ഫസ്റ്റ് വൈഫിൽ ഞാൻ നോക്കിക്കോളാം, ഞാൻ കല്യാണം കഴിച്ചോളാം. വാട്ട് നോൺസെൻസ്! ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? പറയാ, എല്ലാം ഞാൻ പറയാം. എന്റെ പൊന്ന് സാറേ, ആർക്കാ വെളിവ് ആർക്കാ വെളിവില്ലാത്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ കോമാളികളുടെ ഇടയിൽ ഞാൻ ആദ്യമായിട്ട് വന്നതാ. ഇയാളെ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്താണ്? അല്ല സാർ, അഡ്മിറ്റാ? എന്റെ കൃഷ്ണ, ഞാൻ അപൂർണാനന്ദ സ്വാമികള് പാണാട്ട് വീട്ടില്. ഞാൻ നമ്മുടെ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. C12 കൂടുതൽ വയലന്റ് ആണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് മാറ്റിക്കോളൂ. ഇഞ്ചക്ഷൻ കൊടുക്കേ? ഡോക്ടർക്കും വട്ട? ഡോക്ടർ ഇങ്ങനെ തമാശ പറയല്ലേ? കൊടുക്കണോ? വിടാൻ പറഞ്ഞ പിന്നെ വിടട്ടോ. വെറുതെ എന്തിനാ പിടിച്ചു വലിക്കണേന്ന് അങ്ങോട്ട് വരല്ലേ? നിങ്ങൾ വിചാരിച്ച പോലെ എനിക്കൊരു തകരാറുമില്ല. എന്തിനാ വെറുതെ എന്റെ ശാപം മേടിച്ചു പറ്റണേ? എല്ലാവരും ഇത് തന്നെയാ പറയാറ്. കഴിഞ്ഞ ആഴ്ച വന്നവരുത്ത പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാ ഓടിക്കറി വന്നത്. വന്നവരുടെയും പോയവരുടെയും കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് വല്ല ഇഞ്ചക്ഷൻ എടുത്തൂടെ? വിടെ കണ്ട ഇത് കണ്ട വത്സ, നീ ദീർഘായുസാവുക. എനിക്ക് ചത്ത വിടാൻ പറഞ്ഞില്ലേ? വിടാൻ പറഞ്ഞിട്ടോ? ഇതെന്റെ അമ്മാവനാ, എന്നെ കാണാൻ വന്നതാ. വിടോ, എന്നാ പിടിച്ചോ. ഒറ്റ വീക്കുന്നോട്ടമ്മാവാ. അമ്മാനിരിക്കൂ. ഇരിക്കമ്മാവോ? വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അമ്മാൻ എന്നാ ചെയ്ത്? ഇന്നലെ രാത്രി നിന്റെ അമ്മയുടെ എഴുത്തിൽ നിന്നാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എന്ത് വിവരം? പങ്കുണ്ണിമേനോന്റെ ബാധ കൂടിയതാ, ഒരു സംശയമില്ല. ഒരു ഹോമം നടത്തി അവനെ അങ്ങോട്ട് ഒഴിവാക്കാം. ഹോമവും മാങ്ങാത്തിലൊന്നും അമ്മ നടത്തണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇവിടുന്ന് ഇറങ്ങട്ടെ. ആരുടെയൊക്കെ ബാധയെ ഒഴിപ്പിക്കേണ്ടത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഗോപി, അതല്ല. ഒന്നും പറയണ്ട. അമ്മാവൻ 6 മാസവും 4 മാസമായിട്ട് സൂഹിക്കല്ലേ? മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കാശുണ്ടാകാൻ പോകുന്നെന്ന് അറിഞ്ഞ് എന്റെ കൂടെ പറ്റിക്കൂടെ നോക്കല്ലേ? അത് ശരി. അപ്പൊ നിനക്ക് നിന്നെ ഇടത്ത് വെട്ടി വലത്ത് തിരിഞ്ഞ് ഓതിരക്കടകം. സ്വാമി, മതി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ കുരുത്തം കിട്ടവരെ? ശിഷ്യന്മാരെല്ലാവരും കൂടി ഒന്ന് പൊക്കി. സ്വാമി, ഈ ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ ചുറ്റിക്കളിക്കാൻ ഏതെങ്കിലും ഒരു ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.
ഗോപേട്ട, ഓരോ ദിവസവും ഞാൻ മായയെ കാത്തിരിക്കുമായിരുന്നു. ആരോടെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറയണമെന്ന്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അച്ഛൻ സമ്മതിക്കണ്ടേ. എപ്പോഴാ വീട്ടിലേക്ക്? ഇന്ന് മിക്കവാറും പോകാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞത്. ഈശ്വരാ. ഒരുപാട് അനുഭവിച്ചു മായ. എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്നുള്ള മോഹം മാത്രമാണ് മനസ്സിൽ. എന്തിനായിരുന്നു ഇതൊക്കെ? എല്ലാം ഒരു ദിവസം ഞാൻ പറയാം. ഒരപേക്ഷ മാത്രമേ എനിക്ക് മായയോടുള്ളൂ. ആരും എന്നെ മനസ്സിലാക്കാത്തതിൽ എനിക്ക് പരിഭവമില്ല. പക്ഷെ മായ വിശ്വസിക്കണം, നിന്റെ ഗോപിയേട്ടൻ ഭ്രാന്തില്ല എന്ന്. വിശ്വസിക്കാം, 100 വട്ടം വിശ്വസിക്കാം. ഡോക്ടർ, ഇന്നെങ്കിലും എന്നെ ഡിസ്ചാർജ് ചെയ്യാന്ന് ഉറപ്പ് തന്നിരുന്നു. അത് ഗോപി, എനിക്ക് അത്യാവശ്യമായ ഒരു കോൺഫറൻസിന് പോകണം. ഡോക്ടർ പ്ലീസ്, എനിക്കിന്ന് പോയേ പറ്റൂ. സി മിസ്റ്റർ ഗോപി, ചീഫുമായി കൺസൾട്ട് ചെയ്യാതെ എനിക്ക് നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യാൻ ഒക്കില്ല. ഇത് ചീഫും നിങ്ങളും കൂടിയുള്ള ഒരു ഒത്തുകളിയാണ്. രോഗമില്ലാത്ത ഒരാളെ ഇവിടെ പിടിച്ചിടേണ്ട കാര്യം എന്താ? എന്റെ കയ്യിൽ നിന്ന് കൂടുതൽ ഫീസ് ഒപ്പിച്ചെടുക്കാനുള്ള പരിപാടിയാണെങ്കിൽ 10,000 20,000 ഞാൻ അങ്ങോട്ട് തരാം. അനാവശ്യം പറയരുത്. അറ്റൻഡർ, ഇയാളെ പിടിച്ച് വാർഡിലേക്ക് കൊണ്ടുപോകും. എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാൻ നിങ്ങൾ ഇവിടുന്ന് പ്രശ്നം എന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറ. അല്ല, നിങ്ങൾ ഇയാളെ ഷോക്ക് റൂമിലേക്ക് കൊണ്ടുവരും. എന്നെ ഡിസ്ചാർജ്